അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻവർഷ ചോദ്യങ്ങളും കൂടാതെ ചോദിക്കാൻ സാധ്യതയുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസുമാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. ആദ്യ ചോദ്യം, കേരളത്തിൽ പുനർജനനി നൂഴൽ എന്ന ആചാരം നടപ്പിലുള്ള ഒരു ക്ഷേത്രം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം. കേരളത്തിൽ പുനർജനനി നൂഴൽ എന്ന ആചാരം നടപ്പിലുള്ള ഒരു ക്ഷേത്രമാണ് തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തൃപ്പൂത്തുത്സവം നടക്കുന്ന ക്ഷേത്രമേത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. തൃപ്പൂത്തുത്സവം നടക്കുന്ന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. അടുത്ത ചോദ്യം, മാന്നാൻ കൂത്തിന്റെ ഇതിവൃത്തം എന്ത്? മാന്നാൻ കൂത്തിന്റെ ഇതിവൃത്തം ഓപ്ഷൻ സി ആണ് ഉത്തരം. ചിലപ്പതികാരം കഥ. മാന്നാൻ കൂത്തിന്റെ ഇതിവൃത്തം ചിലപ്പതികാരം കഥ. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ജഡ്ജി ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇന്ദു മൽഹോത്ര. വിഘ്നങ്ങൾ മാറാൻ വേണ്ടി മുട്ടറുക്കൽ നേർച്ച നടത്തുന്ന ക്ഷേത്രമേത്? വിഘ്നങ്ങൾ മാറാൻ വേണ്ടി മുട്ടറുക്കൽ നേർച്ച നടത്തുന്ന ക്ഷേത്രം ഓപ്ഷൻ ബി ആണ് ഉത്തരം. കാടാമ്പുഴ ദേവി ക്ഷേത്രം. കോയിമ്പിട നായർ ഏത് അനുഷ്ഠാന കലയിലെ കഥാപാത്രമാണ്? കോയിമ്പിട നായർ ഏത് അനുഷ്ഠാന കലയിലെ കഥാപാത്രമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. മുടിയേറ്റാണ്. കോയിമ്പിട നായർ മുടിയേറ്റ് എന്ന അനുഷ്ഠാന കലയിലെ കഥാപാത്രമാണ്. തിരുവിതാംകൂർ മഹാരാജാവ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ തീയതി? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1936 നവംബർ 12. തിരുവിതാംകൂറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ തീയതിയാണ് 1936 നവംബർ 12. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏതു പേരിലുള്ള ഭൂമിയാണ് ക്ഷേത്ര നിർമ്മാണത്തിന് അധമമായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ധൂമ്ര. താഴെ പറയുന്നതിൽ ഏതു പേരിലുള്ള ഭൂമിയാണ് ക്ഷേത്ര നിർമ്മാണത്തിന് അധമമായിട്ടുള്ളത്? ധൂമ്ര. ഏത് ദിക്കിലേക്ക് ദർശനമുള്ള ക്ഷേത്രത്തിന്റെ പ്രാസാദമാണ് ധ്വജയോനി പ്രകാരം കണക്കുകൂട്ടുക? ഏത് ദിക്കിലേക്ക് ദർശനമുള്ള ക്ഷേത്രത്തിന്റെ പ്രാസാദമാണ് ധ്വജയോനി പ്രകാരം കണക്കുകൂട്ടുക? ഓപ്ഷൻ എ ആണ് ഉത്തരം. പടിഞ്ഞാറ്. ജ്ഞാനപ്പാന എഴുതിയതാര്? ജ്ഞാനപ്പാന എഴുതിയത് ഓപ്ഷൻ സി ആണ് ഉത്തരം. പൂന്താനം. പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യമേത്? പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ് ഉത്തരം. ചെണ്ടയാണ്. ദക്ഷിണ കേരളത്തിലെ പ്രസിദ്ധമായ പരശുരാമ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ദക്ഷിണ കേരളത്തിലെ പ്രസിദ്ധമായ പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. തിരുവല്ലം. അടുത്ത ചോദ്യം, ശ്രീകൃഷ്ണന്റെ ശംഖിന്റെ പേരെന്ത്? ശ്രീകൃഷ്ണന്റെ ശംഖിന്റെ പേര് ഓപ്ഷൻ എ ആണ് ഉത്തരം. പാഞ്ചജന്യം. ശ്രീകൃഷ്ണന്റെ ശംഖിന്റെ പേര് പാഞ്ചജന്യം. അടുത്ത ചോദ്യം, ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഏത് ക്ഷേത്രത്തിലാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ ദേവനാര്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഭരതനാണ്. കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ ദേവൻ ഭരതൻ. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ രംഗകലാരൂപം ഏത്? ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ രംഗ കലാരൂപം ഓപ്ഷൻ സി ആണ് ഉത്തരം. കൂടിയാട്ടമാണ്. താഴെ പറയുന്നവയിൽ പിതൃതർപ്പണത്തിന് പേരുകേട്ട ക്ഷേത്രം ഏതാണ്? താഴെ പറയുന്നതിൽ പിതൃതർപ്പണത്തിന് പേരുകേട്ട ക്ഷേത്രം ഓപ്ഷൻ എ ആണ് ഉത്തരം. തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രം. അടുത്ത ചോദ്യം, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1888. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം 1888. അദ്വൈത വേദാന്തത്തെ ഒരു സിദ്ധാന്തമായി സ്ഥാപിച്ചെടുത്തതാര്? അദ്വൈത വേദാന്തത്തെ
ഒരു സിദ്ധാന്തമായി സ്ഥാപിച്ചെടുത്തത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ശ്രീ ശങ്കരാചാര്യർ. തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം, ആലപ്പുഴ ജില്ലയിലാണ്. മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി? ഓപ്ഷൻ ബി ആണ് ഉത്തരം, തുഞ്ചത്തെഴുത്തച്ഛൻ. കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് തുഞ്ചത്തെഴുത്തച്ഛൻ. കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് എന്ന്? കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകൃതമായത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 1949 ജൂലൈ 1-നാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് 1949 ജൂലൈ 1. താഴെ പറയുന്നവയിൽ തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വഴിപാടേത്? താഴെ തന്നിരിക്കുന്നതിൽ തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വഴിപാട്? ഓപ്ഷൻ എ ആണ് ഉത്തരം, മീനൂട്ടാണ്. തൃപ്പടിദാനം നടത്തിയ മഹാരാജാവ് ആരാണ്? തൃപ്പടിദാനം നടത്തിയ മഹാരാജാവ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഭസ്മം ആദ്യം ഏത് അംഗത്തിലാണ് കുറിയിടുക? ഭസ്മം ആദ്യം ഏത് അംഗത്തിലാണ് കുറിയിടുക? ഓപ്ഷൻ എ ആണ് ഉത്തരം, ശിരസിലാണ്. ഭസ്മം ആദ്യം കുറിയിടുന്നത് ശിരസിലാണ്. വിഷ്ണുവിന്റെ മൂലമന്ത്രം ഏത്? വിഷ്ണുവിന്റെ മൂലമന്ത്രം? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഓം നമോ നാരായണായ. തൃശൂർ പൂരം ഏതു മാസത്തിലാണ്? തൃശൂർ പൂരം നടക്കുന്നത് ഏതു മാസത്തിൽ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മേടമാസത്തിലാണ്. ഷഷ്ടിവ്രതം നോൽക്കുന്നത് ഏത് ദേവനെ പ്രതിദാനം ചെയ്തിട്ടാണ്? ഷഷ്ടിവ്രതം നോൽക്കുന്നത് ഏത് ദേവനെ പ്രതിദാനം ചെയ്തിട്ടാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സുബ്രഹ്മണ്യൻ. ഷഷ്ടിവ്രതം നോൽക്കുന്നത് സുബ്രഹ്മണ്യനെ പ്രതിദാനം ചെയ്തിട്ടാണ്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയ അക്ഷയ തൃതീയ ദിനം ദശാവതാരങ്ങളിൽ ഏത് അവതാരമാണ്? വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയ അക്ഷയ തൃതീയ ദിനം ദശാവതാരങ്ങളിൽ ഏത് അവതാരമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബലരാമൻ. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതും സ്വയംഭൂവുമായ ശിവക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കൊട്ടിയൂർ ശിവക്ഷേത്രം. കണ്ണൂർ ജില്ലയിലാണ്. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതും സ്വയംഭൂവുമായ ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യം ഏത്? സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യം? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇടയ്ക്കയാണ്. അടുത്ത ചോദ്യം, വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിന്റെ എണ്ണം എത്ര? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 4 വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിന്റെ എണ്ണം 4. ഗണപതി ഹോമം നടത്തുന്ന സമയം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, അരുണോദയം. ഗണപതി ഹോമം നടത്തുന്ന സമയം അരുണോദയം. ഉത്ഥാന ഏകാദശി കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗുരുവായൂർ ഏകാദശി. പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ്. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഏത് ജില്ലയിലാണ്? അറിയുന്നവർ കമന്റ് ചെയ്യുക. ഓർഡിനൻസ് ആയിരുന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആക്ട് നിയമമാക്കിയ വർഷം ഏത്? ഓർഡിനൻസ് ആയിരുന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആക്ട് നിയമമാക്കിയ വർഷം? ഓപ്ഷൻ സി ആണ് ഉത്തരം, 2015 നിയമമാക്കുന്നത്. തന്ത്രശാസ്ത്ര പര്യായമായ ആഗമം എന്നത് ആരോട് പറയുന്നതാണ്? തന്ത്രശാസ്ത്ര പര്യായമായ ആഗമം എന്നത് ആരോട് പറയുന്നതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ശിവൻ പാർവതിയോട് പറയുന്നതാണ്. വാസ്തുശാസ്ത്രപ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഗോപുരം ദേവന്റെ ഏത് അവയവമായാണ് കണക്കാക്കുന്നത്? വാസ്തുശാസ്ത്രപ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഗോപുരം ദേവന്റെ ഏത് അവയവമായാണ് കണക്കാക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, പാദം.
പൂയം നക്ഷത്രം പ്രധാനമായി ആചരിക്കുന്ന ദേവനാര്? പൂയം നക്ഷത്രം പ്രധാനമായി ആചരിക്കുന്ന ദേവനേത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സുബ്രഹ്മണ്യൻ. ചന്ദനം ആദ്യമായി ഏത് അംഗത്തിലാണ് കുറിയിടുക? തൊട്ടുമുമ്പ് നമ്മൾ ഭസ്മത്തിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചന്ദനം ആദ്യമായി ഏത് അംഗത്തിലാണ് കുറിയിടുക? ഓപ്ഷൻ ബി ആണ് ഉത്തരം, നെറ്റിയിലാണ്. ഇതിൽ പഞ്ചഗവ്യം ഏത്? താഴെ തന്നിരിക്കുന്നതിൽ പഞ്ചഗവ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, അതായത് ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്. ഇതാണ് പഞ്ചഗവ്യം. ശ്രീകൃഷ്ണ കഥകളെ പറ്റി സമഗ്രമായി പ്രതിപാദിക്കുന്ന പ്രധാന പുരാണ കൃതി ഏത്? ശ്രീകൃഷ്ണ കഥകളെ പറ്റി സമഗ്രമായി പ്രതിപാദിക്കുന്ന പ്രധാന പുരാണ കൃതി? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഭാഗവതം. പ്രതിഷ്ഠ മുതൽ ഉത്സവം വരെ താന്ത്രിക കർമ്മങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന മൂലഗ്രന്ഥമേത്? പ്രതിഷ്ഠ മുതൽ ഉത്സവം വരെ താന്ത്രിക കർമ്മങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന മൂലഗ്രന്ഥം? ഓപ്ഷൻ സി ആണ് ഉത്തരം, തന്ത്രസമുച്ചയം. ഏതാണ് പഞ്ചാക്ഷരം എന്ന് പറയുന്നത്? ഏതാണ് പഞ്ചാക്ഷരം? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഓം നമഃശിവായ. പഞ്ചാക്ഷരം എന്ന് പറയുന്നത് ഓം നമഃശിവായ. ഉത്സവത്തോടനുബന്ധിച്ച് ഏഴര പൊന്നാനയെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഏറ്റുമാനൂർ ക്ഷേത്രം. രാമനാട്ടത്തിന്റെ രചയിതാവ് ആരാണ്? രാമനാട്ടത്തിന്റെ രചയിതാവ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കൊട്ടാരക്കര തമ്പുരാൻ. അടുത്ത ചോദ്യം, ഭഗവതി ക്ഷേത്രത്തിലെ രൂപക്കളങ്ങൾക്ക് എത്ര വർണ്ണങ്ങളിലുള്ള പൊടികളാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 5 വർണ്ണങ്ങളിലുള്ള. ഭഗവതി ക്ഷേത്രത്തിലെ രൂപക്കളങ്ങൾക്ക് 5 വർണ്ണങ്ങളിലുള്ള പൊടികളാണ് ഉപയോഗിക്കുന്നത്. വേട്ടയ്ക്കൊരു മകൻ കോവിലുകളിലെ വഴിപാട് ഏത്? വേട്ടയ്ക്കൊരു മകൻ കോവിലുകളിലെ വഴിപാട്? ഓപ്ഷൻ സി ആണ് ഉത്തരം, നാളികേരമുടയ്ക്കൽ. രേവതി പട്ടത്താനത്തിന്റെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം ഏത്? രേവതി പട്ടത്താനത്തിന്റെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രമാണ് കോഴിക്കോട് തളി ക്ഷേത്രം. ഏറ്റവും കൂടുതൽ ഭക്തന്മാർ പങ്കെടുക്കുന്ന ശിവരാത്രി ആഘോഷം എവിടെയാണ്? ഏറ്റവും കൂടുതൽ ഭക്തന്മാർ പങ്കെടുക്കുന്ന ശിവരാത്രി ആഘോഷം എവിടെ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആലുവ. വള്ളം കളിയുടെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ആറന്മുള. ആറന്മുള വള്ളംകളി. 6 വർഷത്തിലൊരിക്കൽ മുറജപം നടക്കുന്ന ക്ഷേത്രം ഏത്? 6 വർഷത്തിലൊരിക്കൽ മുറജപം നടക്കുന്ന ക്ഷേത്രം? ഓപ്ഷൻ സി ആണ് ഉത്തരം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. കാന്തള്ളൂർ ശാല പ്രവർത്തിച്ചിരുന്നതായി കരുതപ്പെടുന്ന ക്ഷേത്രം ഏത്? കാന്തള്ളൂർ ശാല പ്രവർത്തിച്ചിരുന്നതായി കരുതപ്പെടുന്ന ക്ഷേത്രം? ഓപ്ഷൻ സി ആണ് ഉത്തരം, വലിയ ശാല. കുത്തിയോട്ടം എന്ന അനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ചെട്ടികുളങ്ങര. കുത്തിയോട്ടം എന്ന അനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര. തിരുവാർപുഷ എന്നറിയപ്പെടുന്നത് എന്താണ്? തിരുവാർപുഷ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, തിരുവാർപ്പിലെ പായസ നിവേദ്യമാണ് തിരുവാർപുഷ എന്നറിയപ്പെടുന്നത്. മികച്ച ചന്ദനമുട്ടികൾ എവിടെ നിന്ന് ലഭിക്കും? ഓപ്ഷൻ എ ആണ് ഉത്തരം, മറയൂർ. കുങ്കുമം പ്രസാദമായി നൽകുന്നത് ഏത് ക്ഷേത്രങ്ങളിലാണ്? കുങ്കുമം പ്രസാദമായി നൽകുന്നത് ഏത് ക്ഷേത്രങ്ങളിൽ? ഓപ്ഷൻ എ ആണ് ഉത്തരം, ദുർഗാക്ഷേത്രങ്ങളിൽ. ഇടയ്ക്ക എന്ന വാദ്യം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സോപാനാലാപന വേളയിൽ. അടുത്ത ചോദ്യം, അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഏത്? അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പാൽപായസം. അമ്പലപ്പുഴ പാൽപായസം. ഏകാദശി വ്രതം നോൽക്കുന്നത് ഏത് ദേവനെ പ്രതിദാനം ചെയ്തിട്ടാണ്? ഏകാദശി വ്രതം? ഓപ്ഷൻ എ ആണ് ഉത്തരം, വിഷ്ണു. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവം ഏതു മാസത്തിലെ ചോതി നക്ഷത്രത്തിൽ തുടങ്ങി അടുത്ത മാസത്തിലെ ചോതി നക്ഷത്രത്തിൽ അവസാനിക്കുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം, എടവം മിഥുനം.
കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവം എടവം മാസത്തിലെ ചോതി നക്ഷത്രത്തിൽ തുടങ്ങി മിഥുനം മാസത്തിലെ ചോതി നക്ഷത്രത്തിൽ അവസാനിക്കുന്നു. എടവം, മിഥുനം. മഹാവിഷ്ണുവിന്റെ ആയുധം. മഹാവിഷ്ണുവിന്റെ ആയുധം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ശംഖ്, ചക്രം, ഗദ, പത്മം. മഹാവിഷ്ണുവിന്റെ ആയുധമാണ് ശംഖ്, ചക്രം, ഗദ, പത്മം. അനന്തനാഗത്തിൽ പള്ളികൊള്ളുന്ന പ്രസിദ്ധമായ വിഷ്ണു ക്ഷേത്രം. അനന്തനാഗത്തിൽ പള്ളികൊള്ളുന്ന പ്രസിദ്ധമായ വിഷ്ണു ക്ഷേത്രം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ശാസ്താവിന്റെ വാഹനം. ശാസ്താവിന്റെ വാഹനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കുതിരയാണ്. അടുത്ത ചോദ്യം. നമ്പിയാണ്ടാർ നമ്പി ചിട്ടപ്പെടുത്തിയ 11 തിരുമുറകളിൽ ഏറ്റവും ആദ്യത്തെ 7 പൊതുവെ അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. തേവാരം. നമ്പിയാണ്ടാർ നമ്പി ചിട്ടപ്പെടുത്തിയ 11 തിരുമുറകളിൽ ഏറ്റവും ആദ്യത്തെ 7 പൊതുവെ അറിയപ്പെടുന്നത് തേവാരം. ജനമേജയന്റെ സർപ്പയജ്ഞവേളയിൽ ഇന്ദ്രന് അഭയം നൽകി രക്ഷിച്ച നാഗമുഖ്യനാര്? ഓപ്ഷൻ സി ആണ് ഉത്തരം. തക്ഷകൻ. ജനമേജയന്റെ സർപ്പയജ്ഞവേളയിൽ ഇന്ദ്രന് അഭയം നൽകി രക്ഷിച്ച നാഗമുഖ്യൻ തക്ഷകൻ. ഐതരേയോപനിഷത്ത് ഏത് വേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഋഗ്വേദം. സംരക്ഷണത്തിന് 2015 യുനെസ്കോയുടെ ഏഷ്യ പസഫിക് പൈതൃക അവാർഡ് ലഭിച്ച ക്ഷേത്രം ഏത്? സംരക്ഷണത്തിന് 2015 യുനെസ്കോയുടെ ഏഷ്യ പസഫിക് പൈതൃക അവാർഡ് ലഭിച്ച ക്ഷേത്രം. ഓപ്ഷൻ സി ആണ് ഉത്തരം. വടക്കുംനാഥ ക്ഷേത്രം. മുട്ടറുക്കൽ പ്രധാന വഴിപാടായിട്ടുള്ള ക്ഷേത്രം ഓൾറെഡി പറഞ്ഞതാണ്. കാടാമ്പുഴ ക്ഷേത്രം. അടുത്ത ചോദ്യം. ഞെരളത്ത് രാമപ്പൊതുവാൾ ഏത് സംഗീതവുമായാണ് ബന്ധപ്പെട്ടിരുന്നത്? ഞെരളത്ത് രാമപ്പൊതുവാൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. സോപാന സംഗീതം. 1852 മംഗലത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിനും ശിവപ്രതിഷ്ഠ നടത്തുന്നതിനും മുൻകൈയെടുത്ത അവർണനാരായിരുന്നു? 1852 മംഗലത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിനും ശിവപ്രതിഷ്ഠ നടത്തുന്നതിനും മുൻകൈയെടുത്ത അവർണൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ബാലരാമവർമ്മ അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഓൾറെഡി പറഞ്ഞതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1936. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റും വേണമോ മക്കളായി ഏത് കൃതിയിലേതാണ് ഈ വരികൾ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജ്ഞാനപ്പാന. പടത്തിപ്പഴം ഇഷ്ടനിവേദ്യമായ ദേവനാര്? പടത്തിപ്പഴം ഇഷ്ടനിവേദ്യമായ ദേവൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ശ്രീവല്ലഭൻ. പിൽക്കാലത്ത് ദിക്പാലകന്മാരിൽ ഒരാൾ മാത്രമായി പരിഗണിക്കപ്പെട്ട വൈദിക ദേവതയാര്? പിൽക്കാലത്ത് ദിക്പാലന്മാരിൽ ഒരാൾ മാത്രമായി പരിഗണിക്കപ്പെട്ട വൈദിക ദേവത. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇന്ദ്രൻ. ഗർഭഗൃഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രഭാഗം ഏത്? ഗർഭഗൃഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രഭാഗം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ശ്രീകോവിൽ. വടക്കുംനാഥൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവനാര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശിവൻ. ശ്രീശങ്കരൻ ഏത് ദർശനത്തിന്റെ പ്രചാരകനായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം. അദ്വൈത വേദാന്തം. ഭഗവത്ഗീത ഏത് ഗ്രന്ഥത്തിന്റെ ഭാഗമാണ്? ഭഗവത്ഗീത ഏത് ഗ്രന്ഥത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മഹാഭാരതം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച കേരളീയ കലാരൂപം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കൂടിയാട്ടം. ക്ഷേത്രവാസ്തു പുരുഷന്റെ പാദമായി കണക്കാക്കപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ ഏത് ഭാഗം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഗോപുരം. തൃക്കാക്കരയപ്പൻ ആരാണ്? തൃക്കാക്കരയപ്പൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം. വാമനൻ. തിരുവിതാംകൂറിൽ 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ഭരണാധികാരി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ചിത്തിരി തിരുനാൾ ബാലരാമവർമ്മ. ആദികാവ്യം എന്ന പ്രസിദ്ധമായ കൃതി ഏത്? ആദികാവ്യം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. വാൽമീകി രാമായണം. ആദികാവ്യം എന്നറിയപ്പെടുന്നത് രാമായണം.
കൃഷ്ണനാട്ടം ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയുള്ള കലാരൂപമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കൃഷ്ണഗീതി. കൃഷ്ണനാട്ടം കൃഷ്ണഗീതിയെ ആധാരമാക്കിയുള്ള കലാരൂപമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ ആണ് ഉത്തരം, തൃശൂർ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം തൃശൂർ. സംഗീതവുമായി ബന്ധപ്പെട്ട വേദമേത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സാമവേദം. സംഗീതവുമായി ബന്ധപ്പെട്ട വേദമാണ് സാമവേദം. ചേനാസ് നാരായണൻ രചിച്ച തന്ത്രഗ്രന്ഥമേത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, തന്ത്രസമുച്ചയം. രാത്രി പൂരം നക്ഷത്രമുള്ള ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല. ഏത് മാസത്തിലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കുംഭമാസത്തിലാണ്. ആറ്റുകാൽ പൊങ്കാല കുംഭമാസത്തിലാണ്. അടുത്ത ചോദ്യം, ഏതാണ് പ്രണവം? പ്രണവം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഓം. കുചേല ദിനം അല്ലെങ്കിൽ അവിൽ ദിനം മാസത്തിലെ 30 ബുധനാഴ്ച ആചരിക്കുന്നു. ഏത് മാസത്തിലാണ്? കുചേല ദിനം അല്ലെങ്കിൽ അവിൽ ദിനം ഏത് മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനം അല്ലെങ്കിൽ അവിൽ ദിനം ആചരിക്കുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയായ അഷ്ടമി രോഹിണി ഏത് മാസത്തിലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചിങ്ങമാസത്തിലാണ്. ശ്രീകൃഷ്ണ ജയന്തിയായ അഷ്ടമി രോഹിണി ചിങ്ങമാസത്തിലാണ്. പൂയം നക്ഷത്രം രാത്രി 10 നാഴികയ്ക്കുള്ള ദിവസം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൊടിയേറ്റം. 10ാം ദിവസം ആറാട്ട് എന്നതാണ് ഗുരുവായൂർ ഉത്സവം. ഏത് മാസത്തിലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കുംഭമാസത്തിലാണ്. ഗുരുവായൂർ ഉത്സവം കുംഭമാസത്തിലാണ്. പൂയം നക്ഷത്രം രാത്രി 10 നാഴികയ്ക്കുള്ള ദിവസം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൊടിയേറ്റം. 10ാം ദിവസം ആറാട്ട്. ഇതാണ് ഗുരുവായൂർ ഉത്സവം. ഏത് മാസത്തിലാണ്? കുംഭമാസത്തിൽ. അടുത്ത ചോദ്യം, മൂകാംബിക രഥോത്സവം മൂലം പിറന്നാൾ പക്ഷമുള്ള ദിവസമാണ്. ഏതു മാസത്തിലാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, മീനമാസത്തിലാണ്. മൂകാംബിക രഥോത്സവം മീനം മാസത്തിലാണ്. പ്രസന്ന പൂജയ്ക്ക് നടയടച്ച സമയത്ത് മാരാർ അല്ലെങ്കിൽ ഷാരടി കൊട്ടിപ്പാടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, അഷ്ടപതി. ശിവന്റെ വാഹനം എന്താണ്? ശിവന്റെ വാഹനം? ഓപ്ഷൻ സി ആണ് ഉത്തരം, കാള. ശിവന്റെ വാഹനം കാള. ആറുമുഖമുള്ള ദേവനാര്? ആറുമുഖമുള്ള ദേവൻ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സുബ്രഹ്മണ്യൻ. അടുത്ത ചോദ്യം, തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വിവാഹ തടസ്സം നീങ്ങുന്നതിന് മംഗല്യ പൂജ നടത്തുന്നത് ഏത് ദേവീദേവന്മാർക്കാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഗണപതി. കേരളത്തിലെ ഏക പൂർണ്ണത്രയേശ ക്ഷേത്രം ഏത്? കേരളത്തിലെ ഏക പൂർണ്ണത്രയേശ ക്ഷേത്രം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തൃപ്പൂണിത്തുറ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവുമായി ആചാരങ്ങൾക്ക് ബന്ധമുള്ള മകം തൊഴൽ പ്രധാനമായി ആചരിക്കുന്ന എറണാകുളം ജില്ലയിലെ ക്ഷേത്രം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ചോറ്റാനിക്കര ക്ഷേത്രം. മകം തൊഴൽ പ്രധാനമായി ആചരിക്കുന്ന എറണാകുളം ജില്ലയിലെ ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം. അടുത്തത്, കേരള ചരിത്രം, ഉൽപ്പത്തി, ആചാരം, ആഘോഷം ബന്ധപ്പെടുത്തിയ ശ്രീകൃഷ്ണ ക്ഷേത്രം? ഓപ്ഷൻ എ ആണ് ഉത്തരം, തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. പിതൃബലിക്ക് പ്രധാനമായ പരശുരാമനാൽ പ്രതിഷ്ഠിച്ചു എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, തിരുവല്ലം ക്ഷേത്രം. മാഘമാസത്തിലെ കൃഷ്ണ ചതുർദശി അർദ്ധരാത്രിക്കുള്ള ദിവസമാണ് ശിവരാത്രി. ഇത് ഏതൊക്കെ മാസങ്ങളിലാണ് വരിക? മാഘമാസത്തിലെ കൃഷ്ണ ചതുർദശി അർദ്ധരാത്രിക്കുള്ള ദിവസമാണ് ശിവരാത്രി. ഇത് ഏതൊക്കെ മാസങ്ങളിലാണ് വരിക? ഓപ്ഷൻ ബി ആണ് ഉത്തരം, മകരം, കുംഭം. ഭാരതീയ ശാസ്ത്രങ്ങളുടെ ഉത്ഭവമായ വേദങ്ങൾ എത്ര? ഭാരതീയ ശാസ്ത്രങ്ങളുടെ ഉത്ഭവമായ വേദങ്ങൾ എത്ര? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 4. ചിറ്റമൃത്, പേരാൽമുട്ട്, എള്ള്, കറുക, പാല്, നെയ്യ്, പാൽപ്പായസം ഇവയെല്ലാം ചേർക്കുന്ന ഹോമത്തിന്റെ പേര്? ചിറ്റമൃത്, പേരാൽമുട്ട്, എള്ള്, കറുക, പാല്, നെയ്യ്, പാൽപ്പായസം ഇവയെല്ലാം ചേർക്കുന്ന ഹോമത്തിന്റെ പേര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, മൃത്യുഞ്ജയ ഹോമം.
ഇതിൽ താഴെ കൊടുത്തവയിൽ ക്ഷേത്ര അനുഷ്ഠാന കല അല്ലാത്തതേത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ക്ഷേത്ര അനുഷ്ഠാന കല അല്ലാത്തതേതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, മോഹിനിയാട്ടം. ബാക്കിയുള്ള ഓട്ടൻതുള്ളൽ, കൂത്ത്, പാടകം ഇവയെല്ലാം ക്ഷേത്ര അനുഷ്ഠാന കലകളാണ്. ക്ഷേത്ര അനുഷ്ഠാന കലയായ കേളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം? ക്ഷേത്ര അനുഷ്ഠാന കലയായ കേളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ചെണ്ട, മദ്ദളം, ഇലത്താളം. കേളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് ചെണ്ട, മദ്ദളം, ഇലത്താളം. പഞ്ചവാദ്യത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ അല്ലെങ്കിൽ പഞ്ചവാദ്യം എന്ന് പറയുന്നത്, പഞ്ചവാദ്യത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം, മദ്ദളം, തിമില, ഇലത്താളം, ഇടയ്ക്ക, കൊമ്പ്. ഏതൊക്കെയാണ്? മദ്ദളം, തിമില, ഇലത്താളം, ഇടയ്ക്ക, കൊമ്പ്. ഉമാമഹേശ്വര പൂജ ഇതിൽ ഏത് ദേവീദേവന്മാരെ പ്രതിദാനം ചെയ്യുന്നു? ഉമാമഹേശ്വര പൂജ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ശിവൻ, ശ്രീ പാർവതി. പുരാണങ്ങൾ എത്ര? പുരാണങ്ങൾ എത്രയെണ്ണമുണ്ട്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 18. അടുത്തത്, കൂത്തമ്പലത്തിൽ കൊട്ടുന്ന വാദ്യം ഏത്? കൂത്തമ്പലത്തിൽ കൊട്ടുന്ന വാദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം, മിഴാവാണ്. കൂത്തമ്പലത്തിൽ കൊട്ടുന്ന വാദ്യം മിഴാവ്. യുദ്ധം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് തുടങ്ങുന്നു എന്ന പ്രശസ്തമായ ചൊല്ല് ഏത് വേദത്തിൽ പ്രതിപാദിക്കുന്നു? യുദ്ധം മനുഷ്യന്റെ മനസ്സിൽ നിന്നും തുടങ്ങുന്നു എന്ന പ്രശസ്തമായ ചൊല്ല് ഏത് വേദത്തിൽ പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം, അഥർവവേദം. പിതൃതർപ്പണത്തിന് പ്രസിദ്ധമായതും സാമൂതിരി ഭരണകാലത്ത് മാമാങ്കം നടന്നിരുന്നതുമായ തിരുനാവായ ഏതു നദീതീരത്താണ്? തിരുനാവായ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഭാരതപ്പുഴയുടെ തീരത്താണ്. നളചരിതം ആട്ടക്കഥയുടെ രചയിതാവ് ആര്? നളചരിതം ആട്ടക്കഥയുടെ രചയിതാവ് ഓപ്ഷൻ എ ആണ് ഉത്തരം, ഉണ്ണായി വാര്യർ. വൃശ്ചിക മാസത്തിൽ വേദപരീക്ഷ നടക്കുന്ന കടവല്ലൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏത്? വൃശ്ചിക മാസത്തിൽ വേദപരീക്ഷ നടക്കുന്ന കടവല്ലൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ശ്രീരാമൻ. ക്ഷേത്ര രൂപകൽപ്പനയിൽ ശ്രീകോവിൽ മുതലുള്ള പഞ്ചപ്രാകാരങ്ങളുടെ പേരുകളുടെ ശരിയായ ക്രമം ഏത്? ക്ഷേത്ര രൂപകൽപ്പനയിൽ ശ്രീകോവിൽ മുതലുള്ള പഞ്ചപ്രാകാരങ്ങളുടെ പേരുകളുടെ ശരിയായ ക്രമം ഉത്തരം ഓപ്ഷൻ സി ആണ്. ശ്രീകോവിൽ, അതിനുശേഷം ബലിവട്ടം, അതിനുശേഷം ചുറ്റമ്പലം, വിളക്കുമാടം, പ്രദക്ഷിണ വഴി, മതിൽക്കകം. ശ്രീകോവിൽ, ബലിവട്ടം, ചുറ്റമ്പലം, വിളക്കുമാടം, പ്രദക്ഷിണ വഴി, മതിൽക്കകം. വൃത്താകൃതിയിലുള്ള ശ്രീകോവിലുകളുടെ ഗർഭഗൃഹത്തിന്റെ ആകൃതി താഴെ പറയുന്നവയിൽ ഏത്? വൃത്താകൃതിയിലുള്ള ശ്രീകോവിലുകളുടെ ഗർഭഗൃഹത്തിന്റെ ആകൃതി താഴെ പറയുന്നതിലേതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സമചതുരം. പഞ്ചാമൃതം ഏതു ദേവതയുടെ പ്രധാന വഴിപാടാണ്? പഞ്ചാമൃതം ഏതു ദേവതയുടെ പ്രധാനപ്പെട്ട വഴിപാടാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, സുബ്രഹ്മണ്യൻ. കൈലാസത്തിന് സമീപമുള്ള പ്രസിദ്ധമായ തടാകം? കൈലാസത്തിന് സമീപമുള്ള പ്രസിദ്ധമായ തടാകമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം, മാനസ സരോവരം. നിവേദിക്കുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ വാഴപ്പഴം ഏത്? നിവേദിക്കുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ വാഴപ്പഴം ഓപ്ഷൻ എ ആണ് ഉത്തരം, കദളിപ്പഴം. ഗായത്രി മന്ത്രത്തിന്റെ ദേവതയാര്? ഗായത്രി മന്ത്രത്തിന്റെ ദേവത ഓപ്ഷൻ ബി ആണ് ഉത്തരം, സവിതാവ്. ഗായത്രി മന്ത്രത്തിന്റെ ദേവത സവിതാവ്. നാരായണീയത്തിന്റെ കർത്താവ് ആര്? നാരായണീയത്തിന്റെ കർത്താവ് ഓപ്ഷൻ സി ആണ് ഉത്തരം, മേൽപ്പത്തൂർ. ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 18 അധ്യായങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത്. പുരാണങ്ങളുടെ കർത്താവ് ആര്? പുരാണങ്ങളുടെ കർത്താവ് ഓപ്ഷൻ ബി ആണ് ഉത്തരം, വ്യാസൻ. പുരാണങ്ങളുടെ കർത്താവ് വ്യാസൻ.
പഞ്ചഭൂതങ്ങളിൽ പെടാത്തതേത്? താഴെ തന്നിരിക്കുന്നതിൽ പഞ്ചഭൂതങ്ങളിൽ ഉൾപ്പെടാത്തതേതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ബുദ്ധിയാണ്. യുഗങ്ങൾ എത്ര? എത്ര യുഗങ്ങളുണ്ട്? യുഗങ്ങൾ എത്ര? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 4. 4 യുഗങ്ങളുണ്ട്. പൂജയിൽ ധൂപത്തിന് ഉപയോഗിക്കുന്ന ദ്രവ്യം ഏത്? പൂജയിൽ ധൂപത്തിന് ഉപയോഗിക്കുന്ന ദ്രവ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം, അഷ്ടഗന്ധം. പൂജയിൽ ധൂപത്തിന് ഉപയോഗിക്കുന്ന ദ്രവ്യം അഷ്ടഗന്ധം. തന്ത്രസമുച്ചയത്തിന്റെ രചയിതാവ് ചേനാസ് നാരായണൻ നമ്പൂതിരി. ഭദ്രകാളിയുടെ ശീവേലിക്ക് പൃഷ്ഠതിങ്കൽ തൂവുന്ന ദേവതയാര്? ഭദ്രകാളിയുടെ ശീവേലിക്ക് പൃഷ്ഠതിങ്കൽ തൂവുന്ന ദേവത ഓപ്ഷൻ ബി ആണ് ഉത്തരം, പ്രേതശക്തി. പഞ്ചഗവ്യത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓൾറെഡി നമ്മൾ പഞ്ചഗവ്യം എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, തേനാണ്. ലളിത സഹസ്രനാമത്തിന്റെ ഋഷി ആര്? ലളിത സഹസ്രനാമത്തിന്റെ ഋഷി ഓപ്ഷൻ സി ആണ് ഉത്തരം, വശിനാദികൾ. ശങ്കരനാരായണമൂർത്തിയുടെ വാഹനം ഏത്? ശങ്കരനാരായണമൂർത്തിയുടെ വാഹനം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കാളയും ഗരുഡനും ചേർന്ന്. ശങ്കര നാരായണമൂർത്തിയുടെ വാഹനം കാളയും ഗരുഡനും ചേർന്ന്. രാവണന് ചന്ദ്രഹാസം എന്ന വാള് നൽകിയത് ആര്? രാവണന് ചന്ദ്രഹാസം എന്ന വാൾ നൽകിയത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ശിവനാണ്. ചിത്രസേനന്റെ സൈനികരിൽ നിന്നും ദുര്യോധനനെ രക്ഷിച്ചതാരാണ്? ചിത്രസേനന്റെ സൈനികരിൽ നിന്നും ദുര്യോധനനെ രക്ഷിച്ചതാര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഉഗ്രസേനനാണ്. ചിത്രസേനന്റെ സൈനികരിൽ നിന്നും ദുര്യോധനനെ രക്ഷിക്കുന്നത് ഉഗ്രസേനൻ. ഇവരിൽ ആരാണ് കർണന്റെ പുത്രൻ അല്ലാത്തത്? കർണന്റെ പുത്രൻ അല്ലാത്തത് ആര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അർജുനൻ. ബാക്കിയുള്ള കാർത്തവീര്യൻ, ബാണാസുരൻ, കർണൻ ഇവരെല്ലാം കർണന്റെ പുത്രന്മാരാണ്. എതിരാളിയുടെ പകുതി ശക്തി കൂടി ലഭിക്കുമെന്ന വരം ലഭിച്ച പുരാണ കഥാപാത്രം ഏത്? എതിരാളിയുടെ പകുതി ശക്തി കൂടി ലഭിക്കുമെന്ന് വരം ലഭിച്ച പുരാണ കഥാപാത്രം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ബാലി. സത്യവതിയുടെ വളർത്തച്ഛനു മുന്നിൽ ആയുഷ്കാലം ബ്രഹ്മചാരിയായിരുന്നു കൊള്ളാം എന്ന് ശപഥം ചെയ്തത് ആരാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ദേവവ്രതൻ. അടുത്ത ചോദ്യം, പാലാഴി കടയാൻ മത്തായി ഉപയോഗിച്ച പർവ്വതം ഓപ്ഷൻ എ ആണ് ഉത്തരം, മന്ദരപർവ്വതം. പാലാഴി കടയാൻ മത്തായി ഉപയോഗിച്ച പർവ്വതം മന്ദരപർവ്വതം. മനന്തൊരം എന്നത് എന്താണ്? മനന്തൊരം എന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം, കാലത്തിന്റെ ഒരളവാണ് മനന്തൊരം. പുഷ്പക വിമാനം രൂപകൽപ്പന ചെയ്തത് ആരാണ്? പുഷ്പക വിമാനം രൂപകൽപ്പന ചെയ്തതാര്? ഓപ്ഷൻ സി ആണ് ഉത്തരം, വിശ്വകർമാവ്. അടുത്ത ചോദ്യം, 100 പുത്രന്മാരെ ലഭിക്കട്ടെ എന്ന വരം ഗാന്ധാരിക്ക് നൽകിയതാര്? 100 പുത്രന്മാരെ ലഭിക്കട്ടെ എന്ന വരം ഗാന്ധാരിക്ക് നൽകിയത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, വ്യാസൻ. ഘടോൽകചൻ ആരുടെ മകനാണ്? ഘടോൽകചൻ ആരുടെ മകനാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഭീമൻ. ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവിയെ അറിഞ്ഞോ അറിയാതെയോ ആരും വിളിച്ചു പോകരുതെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, വള്ളിയങ്കാവ് ക്ഷേത്രം. അടുത്ത ചോദ്യം, മഹാഭാരത യുദ്ധത്തിൽ ദ്രോണാചാര്യരെ വധിച്ചതാര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ദൃഷ്ടദ്യുമ്നൻ. പ്രശസ്തമായതും എല്ലാ മതക്കാർക്കും ഒരുപോലെ പ്രവേശനമുള്ളതുമായ വള്ളിയൂർക്കാവ് ക്ഷേത്രം ഏത് ജില്ലയിലാണ്? പ്രശസ്തമായതും എല്ലാ മതക്കാർക്കും ഒരുപോലെ പ്രവേശനമുള്ളതുമായ വള്ളിയൂർക്കാവ് ക്ഷേത്രം ഏതു ജില്ലയിൽ? ഓപ്ഷൻ സി ആണ് ഉത്തരം, വയനാട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഒരു കാലത്ത് ഏറ്റവും അധികം സ്വത്തുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങൾ തകർക്കാനാണ് ഇന്ത്യയിൽ ആദ്യമായി ഡൈനാമൈറ്റ് ഉപയോഗിച്ചതെന്ന് വില്യം ലോഗൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, തൃക്കളയൂർ ക്ഷേത്രം. ഏതാണ് തൃക്കളയൂർ ക്ഷേത്രം? തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം എത്ര വർഷത്തിലൊരിക്കലാണ് ആഘോഷിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 6 വർഷത്തിൽ.
അടുത്ത ചോദ്യം, ബാലിയുടെ പിതാവ്. ബാലിയുടെ പിതാവ് ഓപ്ഷൻ ബി ആണ് ഉത്തരം, ദേവേന്ദ്രനാണ്. ബാലിയുടെ പിതാവ് ദേവേന്ദ്രൻ. തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായൊരു ക്ഷേത്രത്തിലെ ഉത്സവമാണ് പർണേറ്റ്. ഏതാണ് ഈ ക്ഷേത്രം? ഓപ്ഷൻ എ ആണ് ഉത്തരം, വെള്ളയാണി ഭദ്രകാളി ക്ഷേത്രം. പർണേറ്റ് വെള്ളയാണി ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഒരിക്കലും അമ്പുകൾ ഒഴിയാത്ത ആവനാഴി ശ്രീരാമന് നൽകിയതാര്? ഒരിക്കലും അമ്പുകൾ ഒഴിയാത്ത ആവനാഴി ശ്രീരാമന് നൽകിയത് ഓപ്ഷൻ സി ആണ് ഉത്തരം, അഗസ്ത്യമുനിയാണ്. ഒരിക്കലും അമ്പുകൾ ഒഴിയാത്ത ആവനാഴി ശ്രീരാമന് നൽകിയത് അഗസ്ത്യമുനി. ആരുടെ മുന്നിൽ മാത്രമാണ് ദുർവാസാവ് പരാജയപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അംബരീഷൻ. അംബരീഷന്റെ മുന്നിൽ മാത്രമാണ് ദുർവാസാവ് പരാജയപ്പെട്ടിട്ടുള്ളത്. ഒരു ഡച്ചു കപ്പിത്താൻ 1740 തന്റെ കപ്പലിലെ മണി ഈ ക്ഷേത്രത്തിന് സമർപ്പിച്ചു. ഏതാണ് ഈ ക്ഷേത്രം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം. ബാലാംബു എന്ന് പറഞ്ഞാൽ ഏതു നിവേദ്യമാണ്? ബാലാംബു എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ഉത്തരം, കരിമ്പാണ്. നവഗ്രഹങ്ങളിൽ ബൃഹസ്പതി ആര്? നവഗ്രഹങ്ങളിൽ ബൃഹസ്പതി ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വ്യാഴം. ദേവസംഗമം എന്നറിയപ്പെടുന്ന ഉത്സവം ഏത്? ദേവസംഗമം എന്നറിയപ്പെടുന്ന ഉത്സവം ഓപ്ഷൻ സി ആണ് ഉത്തരം, ആറാട്ടുപുഴ പൂരം. ദേവസംഗമം എന്നറിയപ്പെടുന്ന ഉത്സവം ആറാട്ടുപുഴ പൂരം. ഗീതാഗോവിന്ദത്തിന്റെ രചയിതാവ് ആര്? ഗീതാഗോവിന്ദത്തിന്റെ രചയിതാവ് ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജയദേവൻ. പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്ത വാദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചെണ്ട. വിഷ്ണു സഹസ്രനാമത്തിന്റെ ഋഷി? വിഷ്ണു സഹസ്രനാമത്തിന്റെ ഋഷി ഓപ്ഷൻ സി ആണ് ഉത്തരം, വേദവ്യാസൻ. രാമായണ മാസം എന്നറിയപ്പെടുന്ന മാസം ഏത്? രാമായണ മാസം എന്നറിയപ്പെടുന്ന മലയാള മാസം ഓപ്ഷൻ ബി ആണ് ഉത്തരം, കർക്കിടകം. ശാസ്താവിൻ്റെ കൊടിമരത്തിലെ വാഹനം ഏത്? ശാസ്താവിൻ്റെ കൊടിമരത്തിലെ വാഹനം ഓപ്ഷൻ ബി ആണ് ഉത്തരം, കുതിരയാണ്. വസൂരിമാല പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏത്? വസൂരിമാല പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഓപ്ഷൻ സി ആണ് ഉത്തരം, കൊടുങ്ങല്ലൂർ ക്ഷേത്രം. പഞ്ചഗവ്യം കൂട്ടുമ്പോൾ പാലിൻ്റെ അളവ് എത്രയാണ്? പഞ്ചഗവ്യം ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. പഞ്ചഗവ്യം കൂട്ടുമ്പോൾ പാലിൻ്റെ അളവ് എത്ര? ഓപ്ഷൻ സി ആണ് ഉത്തരം, 7 ഇരട്ടിയാണ് പാലിൻ്റെ അളവ്. ദശപുഷ്പത്തിൽ പെടാത്തതേത്? താഴെ തന്നിരിക്കുന്നതിൽ ദശപുഷ്പത്തിൽ പെടാത്തത് ഓപ്ഷൻ എ ആണ് ഉത്തരം, ചെമ്പരത്തിയാണ്. അടുത്ത ചോദ്യം, രാശിപൂജയ്ക്ക് ഉപയോഗിക്കുന്ന വിശേഷ പുഷ്പം? രാശിപൂജയ്ക്ക് ഉപയോഗിക്കുന്ന വിശേഷ പുഷ്പം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തുമ്പപ്പൂ. അടുത്ത ചോദ്യം, കണ്ണൻ ചിരട്ടയിൽ ഉപ്പുമാങ്ങ വിശേഷ നിവേദ്യമുള്ള ക്ഷേത്രം ഏത്? കണ്ണൻ ചിരട്ടയിൽ ഉപ്പുമാങ്ങ വിശേഷ നിവേദ്യമുള്ള ക്ഷേത്രം ഓപ്ഷൻ സി ആണ് ഉത്തരം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ബ്രഹ്മാവ് യാഗം ചെയ്ത ഭൂമിയുള്ള ക്ഷേത്രം ഏത്? ബ്രഹ്മാവ് യാഗം ചെയ്ത ഭൂമിയുള്ള ക്ഷേത്രം ഓപ്ഷൻ ബി ആണ് ഉത്തരം, തിരുനെല്ലി ക്ഷേത്രം. മുടിയേറ്റ് എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ദേവതയാര്? മുടിയേറ്റ് എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ദേവത ഓപ്ഷൻ സി ആണ് ഉത്തരം, ഭദ്രകാളി. അടുത്ത ചോദ്യം, ദിക്പാലന്മാരിൽ കിഴക്കിൻ്റെ അധിപൻ ആര്? ദിക്പാലന്മാരിൽ കിഴക്കിൻ്റെ അധിപൻ ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇന്ദ്രനാണ് കിഴക്കിൻ്റെ അധിപൻ. അടുത്ത ചോദ്യം, അരയാലിന് എത്ര പ്രദക്ഷിണം ചെയ്യാനാണ് വിധി? അരയാലിന് എത്ര പ്രദക്ഷിണം ചെയ്യാനാണ് വിധി? ഓപ്ഷൻ സി ആണ് ഉത്തരം, 7 പ്രദക്ഷിണം. ഇതിൽ ധന്വന്തരി ക്ഷേത്രം ഏത്? താഴെ തന്നിരിക്കുന്നതിൽ ധന്വന്തരി ക്ഷേത്രം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, തോട്ടുവ. കുഴിക്കാട്ടുപച്ച എന്തു പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്? കുഴിക്കാട്ടുപച്ച എന്തു പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തന്ത്രം. അടുത്ത ചോദ്യം, ശങ്കരസ്തൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കാലടി. ശങ്കരസ്തൂപം സ്ഥിതി ചെയ്യുന്നത് കാലടിയിലാണ്.
ദക്ഷയാഗം നടന്ന ഭൂമി എന്നറിയപ്പെടുന്ന ക്ഷേത്രം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കൊട്ടിയൂർ ക്ഷേത്രം. ശ്രീ കുരുമ്പ എന്നറിയപ്പെടുന്ന ദേവി? ഓപ്ഷൻ സി ആണ് ഉത്തരം, കൊടുങ്ങല്ലൂർ. ശ്രീ കുരുമ്പ എന്നറിയപ്പെടുന്ന ദേവി കൊടുങ്ങല്ലൂർ. ചാക്യാർ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാ? ചാക്യാർ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം? ഓപ്ഷൻ സി ആണ് ഉത്തരം, മിഴാവാണ്. യോഗശാസ്ത്രം രചിച്ചത് ആര്? യോഗശാസ്ത്രം രചിച്ചത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പതഞ്ജലി. കേരളത്തിൻ്റെ തനത് സംഗീത ശൈലി? ഓപ്ഷൻ സി ആണ് ഉത്തരം, സോപാന സംഗീതം. കേരളത്തിൻ്റെ തനത് സംഗീത ശൈലി സോപാന സംഗീതം. ക്ഷേത്രപുരുഷ സങ്കല്പത്തിൽ ഗോപുരത്തിൻ്റെ സ്ഥാനം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പാദം. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം, കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ അധ്യക്ഷന് പുറമെ എത്ര അംഗങ്ങളാണുള്ളത്? കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ അധ്യക്ഷന് പുറമെ എത്ര അംഗങ്ങളുണ്ട്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 2. ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം തികച്ചും ഭാരതീയമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം തികച്ചും ഭാരതീയമാണ്. അതിൻ്റെ പ്രത്യേകത? ഓപ്ഷൻ സി ആണ് ഉത്തരം, ജ്ഞാനാത്വത്തിൽ ഏകത്വം. കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ആധ്യാത്മിക മാസികയുടെ പേരെന്ത്? കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ആധ്യാത്മിക മാസികയുടെ പേര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ക്ഷേത്രദർശനം. പരമ്പരാഗതമായി വീടുകൾക്ക് സമീപവും പറമ്പുകളിലും മറ്റും കാണപ്പെടുന്ന ആരാധനാ കേന്ദ്രത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, കാവ്. മഹാദേവന്റെ തൃക്കൈയിൽ സൂക്ഷിച്ചിട്ടുള്ള വാദ്യോപകരണം ഏതാണ്? മഹാദേവന്റെ തൃക്കൈയിൽ സൂക്ഷിച്ചിട്ടുള്ള വാദ്യോപകരണം? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഢമരു. ക്ഷേത്ര സംഗീതത്തിൻ്റെ ഔദ്യോഗിക നാമം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, സോപാന സംഗീതം. ക്ഷേത്ര സംഗീതത്തിൻ്റെ ഔദ്യോഗിക നാമം സോപാന സംഗീതം. അവതാരങ്ങളിൽ 5ാമത്തെ അവതാരമൂർത്തി ആരാണ്? അവതാരങ്ങളിൽ 5ാമത്തെ അവതാരമൂർത്തി? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വാമനൻ. മധ്യ തിരുവിതാംകൂറിലെ പ്രസിദ്ധമായ ത്രിവേണിയിൽ സംഗമിക്കുന്ന നദികൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ഉത്തരം, കക്കയാർ, കല്ലാർ, കക്കാട്ടാർ. അടുത്ത ചോദ്യം, കൊച്ചിയിലെ ഭരണാധികാരികളുടെ രാജകീയ ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, പൂർണ്ണത്രയേശ ക്ഷേത്രം. ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്ര കലാപീഠം ഏതാണ്? ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്ര കലാപീഠം? ഓപ്ഷൻ എ ആണ് ഉത്തരം, വൈക്കം. ഭഗവത് വിഗ്രഹങ്ങൾ എത്ര വിധം? ഭഗവത് വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്ഥിര വിഗ്രഹങ്ങൾ എത്ര വിധം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 3 വിധം. മഹാക്ഷേത്രങ്ങളിൽ ദിവസവും പതിവുള്ള പൂജകൾ എത്രയാണ്? മഹാക്ഷേത്രങ്ങളിൽ ദിവസവും പതിവുള്ള പൂജകൾ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 5. ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രമാണ ഗ്രന്ഥം? ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രമാണ ഗ്രന്ഥം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വേദം. പിതൃകർമ്മത്തെ പറ്റി വിവരിക്കുന്ന പുരാണം ഏത്? പിതൃകർമ്മത്തെ പറ്റി വിവരിക്കുന്ന പുരാണം? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഗരുഡ പുരാണം. മഹാദേവൻ അല്ലെങ്കിൽ ശിവൻ വിഷപാനം നടത്തിയത് എപ്പോഴാണ്? മഹാദേവൻ വിഷപാനം നടത്തിയത് എപ്പോൾ? ഓപ്ഷൻ എ ആണ് ഉത്തരം, പാലാഴി മഥന സമയത്ത്. ആദിശങ്കരാചാര്യരുടെ ജന്മദേശം? ഓപ്ഷൻ സി ആണ് ഉത്തരം, കാലടി. ആദിശങ്കരാചാര്യരുടെ ജന്മദേശം കാലടി. രാമായണത്തിലെ ഏറ്റവും മഹത്തായ ഉപദേശം ആരുടേതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, സുമിത്രയുടേതാണ്. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ദേവതകളെ. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത് ദേവതകളെയാണ്. അയോനിജനായ ഒരു മഹർഷി ശ്രേഷ്ഠൻ? അയോനിജനായ ഒരു മഹർഷി ശ്രേഷ്ഠൻ? ഓപ്ഷൻ സി ആണ് ഉത്തരം, അഗസ്ത്യൻ. കാനനവാസിയായ അയ്യപ്പൻ പ്രതിഷ്ഠിക്കപ്പെട്ട അവസ്ഥ? കാനനവാസിയായ അയ്യപ്പൻ പ്രതിഷ്ഠിക്കപ്പെട്ട അവസ്ഥ? ഓപ്ഷൻ സി ആണ് ഉത്തരം, നൈഷ്ഠിക ബ്രഹ്മചാരി.
ഭദ്രകാളിയുടെ അവതാരം എവിടെ നിന്നാണ്? ഭദ്രകാളിയുടെ അവതാരം എവിടെ നിന്ന്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ശിവനേത്രത്തിൽ നിന്ന്. തൃപ്പൂത്ത് എന്ന അത്ഭുത പ്രതിഭാസം നടക്കുന്ന ക്ഷേത്രം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ദേവവിഗ്രഹവും പീഠവും തമ്മിൽ യോജിപ്പിക്കുന്ന വസ്തു? ദേവവിഗ്രഹവും പീഠവും തമ്മിൽ യോജിപ്പിക്കുന്ന വസ്തു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അഷ്ടബന്ധം. ക്ഷേത്രകലയായ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മിഴാവ്. കലശപൂജയിങ്കൽ നടത്തേണ്ടതായ വാദ്യം? കലശപൂജയിങ്കൽ നടത്തേണ്ടതായ വാദ്യം? ഓപ്ഷൻ സി ആണ് ഉത്തരം, പഞ്ചവാദ്യം. ക്ഷേത്രങ്ങളിൽ ഉത്സവം എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? ക്ഷേത്രങ്ങളിൽ ഉത്സവം എന്തിനു വേണ്ടി നടത്തുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം, ദേവചൈതന്യ വർദ്ധനവിന്. ശംഖധ്വനി എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ശംഖധ്വനി എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഓംകാരം. തന്ത്രി ദേവന്റെ പിതൃസ്ഥാനീയനാകുന്നതെങ്ങനെ? തന്ത്രി ദേവന്റെ പിതൃസ്ഥാനീയനാകുന്നതെപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ? ഓപ്ഷൻ സി ആണ് ഉത്തരം, പ്രാണപ്രതിഷ്ഠ. നിവേദ്യത്തിന് ഒഴിച്ചുകൂടരുതാത്ത ദ്രവ്യമേത്? നിവേദ്യത്തിന് ഒഴിച്ചുകൂടരുതാത്ത ദ്രവ്യം? ഓപ്ഷൻ സി ആണ് ഉത്തരം, നെയ്യാണ്. ക്ഷേത്രത്തിന് ദർശനത്തിന് പോകുമ്പോൾ മുഖ്യമായി പാലിക്കേണ്ട ശുദ്ധികൾ എത്ര? ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമ്പോൾ മുഖ്യമായും പാലിക്കേണ്ട ശുദ്ധികൾ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 5. വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചതാര്? വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചതാര്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഭീഷ്മർ. കേരളത്തിൽ എത്ര ദേവസ്വം ബോർഡുകളുണ്ട്? കേരളത്തിൽ എത്ര ദേവസ്വം ബോർഡുകളുണ്ട്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 5 ദേവസ്വം ബോർഡുകൾ. പ്രസിദ്ധ സോപാന സംഗീത കലാകാരനായ ഞെരളത്ത് രാമപൊതുവാളിന്റെ ആത്മകഥ ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സോപാനം. ഞെരളത്ത് രാമപൊതുവാളിന്റെ ആത്മകഥയാണ് സോപാനം. കൂടിയാട്ടത്തിലെ അനൗചിത്യങ്ങളെ ചൂണ്ടിക്കാണിച്ച ഗ്രന്ഥമേത്? കൂടിയാട്ടത്തിലെ അനൗചിത്യങ്ങളെ ചൂണ്ടിക്കാണിച്ച ഗ്രന്ഥം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, നടാങ്കുശം. ദേവദാസികളെ പറ്റി പരാമർശം കാണുന്ന ഏറ്റവും പഴയ രേഖ? ദേവദാസികളെ പറ്റി പരാമർശം കാണുന്ന ഏറ്റവും പഴയ രേഖ? ഓപ്ഷൻ എ ആണ് ഉത്തരം, ചോക്കൂർ ശാസനം. ക്ഷേത്രവിജ്ഞാനകോശം രചിച്ചതാര്? ക്ഷേത്രവിജ്ഞാനകോശം രചിച്ചത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, PG രാജേന്ദ്രൻ. ക്ഷേത്രവിജ്ഞാനകോശം എഴുതിയത് PG രാജേന്ദ്രൻ. ഭാരതപ്രതിഷ്ഠയുള്ള കേരളത്തിലെ പ്രസിദ്ധ ക്ഷേത്രം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കൂടൽമാണിക്യം. മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കുന്ന ക്ഷേത്രം? ഓപ്ഷൻ എ ആണ് ഉത്തരം, പത്മനാഭപുരം ക്ഷേത്രം. കേരളത്തിലെ കാളി സേവ ആരുടെ കൃതിയാണ്? കേരളത്തിലെ കാളി സേവ ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ചേലനാട്ട് അച്യുതമേനോൻ. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കേരളത്തിലെ കാളി സേവ ചേലനാട്ട് അച്യുതമേനോന്റെ കൃതിയാണ്. ദേവദത്തം എന്നത് ആരുടെ ശംഖാണ്? ദേവദത്തം എന്ന ശംഖ് ആരുടേതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, അർജുനൻ. അടുത്ത ചോദ്യം, സവ്യാപസവ്യ പ്രദക്ഷിണം വിധിച്ചിട്ടുള്ളത് ഏത് ക്ഷേത്രത്തിൽ? ഓപ്ഷൻ എ ആണ് ഉത്തരം, ശിവക്ഷേത്രത്തിൽ. അടുത്ത ചോദ്യം, ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഗീതാഗോവിന്ദത്തിന്റെ കർത്താവ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജയദേവകവി. മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി, ഇത് ഏത് പുണ്യദിനവുമായി ബന്ധപ്പെടുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ശിവരാത്രി. ശബരിമലയിൽ മകരവിളക്ക് മുതൽ 5 ദിവസം മാളികപ്പുറത്തു നിന്നും എഴുന്നള്ളിക്കുന്ന തിടമ്പിൽ ആരുടെ രൂപമാണുള്ളത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, അയ്യപ്പൻ. തിരുവിതാംകൂർ ദേവസ്വം വിഭാഗത്തെ ഭരണ സൗകര്യത്തിനായി എത്ര ദേവസ്വം ഡിസ്ട്രിക്റ്റുകളായി തരംതിരിച്ചിട്ടുണ്ട്? തിരുവിതാംകൂർ ദേവസ്വം വിഭാഗത്തെ ഭരണ സൗകര്യത്തിനായി എത്ര ദേവസ്വം ഡിസ്ട്രിക്റ്റുകളായി തരംതിരിച്ചിട്ടുണ്ട്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 4. ഡാഷ് പിഴച്ചാൽ കാണിക്കു ദോഷം എന്ന പഴഞ്ചൊല്ല് ഏത് വാദ്യവിശേഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം, പാണി.
പാണി പിഴച്ചാൽ കാണിക്ക് ദോഷം. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ യഥാർത്ഥ തത്വം വിശദീകരിച്ചു കൊടുത്തത് ആര്? സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ യഥാർത്ഥ തത്വം വിശദീകരിച്ചു കൊടുത്തത് ഓപ്ഷൻ എ ആണ് ഉത്തരം, ചട്ടമ്പി സ്വാമികൾ. പ്രപഞ്ചസാരം എന്ന തന്ത്രഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? പ്രപഞ്ചസാരം എന്ന തന്ത്രഗ്രന്ഥത്തിന്റെ കർത്താവ് ഓപ്ഷൻ ബി ആണ് ഉത്തരം, ശങ്കര ഭഗവത് പാദർ. കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, കൃഷ്ണഗീതി. ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, തന്ത്രസമുച്ചയം. വേദാംഗങ്ങളുടെ സംഖ്യ ഓപ്ഷൻ ബി ആണ് ഉത്തരം 6. വേദങ്ങളുടെ എണ്ണം 4, വേദാംഗങ്ങളുടെ സംഖ്യ 6. കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം ഓപ്ഷൻ എ ആണ് ഉത്തരം, ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച. നാരായണീയം എന്ന സ്തോത്രകാവ്യം രചിച്ചത് ആര്? നാരായണീയം എന്ന സ്തോത്രകാവ്യം രചിച്ചത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നാരായണ ഭട്ടതിരി. വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, തൃക്കാക്കരയിൽ. പുരാണങ്ങളുടെ എണ്ണം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 18. ക്ഷേത്രശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം എന്ത്? ക്ഷേത്രശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം ഓപ്ഷൻ സി ആണ് ഉത്തരം, ശരീരം. വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഗുരുവായൂരിൽ. വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് ഗുരുവായൂരിലാണ്. വൈശാഖ മഹോത്സവം ആഘോഷിക്കുന്ന ക്ഷേത്രം? ഉത്തരം ഓപ്ഷൻ എ, കൊട്ടിയൂർ ക്ഷേത്രം. വൈശാഖ മഹോത്സവം ആഘോഷിക്കുന്ന ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രം. അടുത്ത ചോദ്യം, തന്ത്രസമുച്ചയം 2 വാല്യങ്ങളാക്കിയ ആദ്യ പത്രാധിപർ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഡോക്ടർ ടി ഗണപതി ശാസ്ത്രി. തന്ത്രസമുച്ചയം 2 വാല്യങ്ങളാക്കിയ ആദ്യ പത്രാധിപർ എന്ന് പറയുന്നത് ഡോക്ടർ ടി ഗണപതി ശാസ്ത്രി. അടുത്ത ചോദ്യം, ഡാഷിന്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത? ഓപ്ഷൻ എ ആണ് ഉത്തരം, മഹാഭാരതത്തിലെ ഭീഷ്മപർവം. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിന്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ പൂരം ഉത്സവം നടക്കുന്ന ക്ഷേത്രം? ഓപ്ഷൻ എ ആണ് ഉത്തരം, ആറാട്ടുപുഴ ക്ഷേത്രം. ഏറ്റവും വലിയ പൂരം ഉത്സവം നടക്കുന്ന ക്ഷേത്രം ആറാട്ടുപുഴ ക്ഷേത്രം. അടുത്ത ചോദ്യം, ദയാനന്ദ സരസ്വതി എഴുതിയ പ്രശസ്ത ഗ്രന്ഥമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, സത്യാർത്ഥ പ്രകാശ്. ദയാനന്ദ സരസ്വതി എഴുതിയ പ്രശസ്ത ഗ്രന്ഥമാണ് സത്യാർത്ഥ പ്രകാശ്. അടുത്ത ചോദ്യം, എപ്പോഴാണ് പ്രസിദ്ധ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. അടുത്ത ചോദ്യം, വേദാംഗ നിരുക്തിയെ വേദങ്ങളുടെ ഡാഷായി കണക്കാക്കപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, ചെവികൾ. വേദാംഗ നിരുക്തിയെ വേദങ്ങളുടെ ചെവികളായി കണക്കാക്കപ്പെടുന്നു. അടുത്ത ചോദ്യം, മലബാർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ എ ആണ് ഉത്തരം, 2008. മലബാർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായത് 2008. അടുത്ത ചോദ്യം, വിഗ്രഹമില്ലാത്ത ഭഗവതി ക്ഷേത്രം എന്ന് പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. വിഗ്രഹമില്ലാത്ത ഭഗവതി ക്ഷേത്രം എന്ന് പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രം കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. അടുത്ത ചോദ്യം, നിത്യവും 12,000 പുഷ്പാഞ്ജലി എന്ന പ്രസിദ്ധ വഴിപാടുള്ള ക്ഷേത്രം ഇത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, കുമാരനെല്ലൂർ. നിത്യവും 12,000 പുഷ്പാഞ്ജലി എന്ന പ്രസിദ്ധ വഴിപാടുള്ള ക്ഷേത്രമാണ് കുമാരനെല്ലൂർ. അടുത്ത ചോദ്യം, ക്ഷേത്രാഭിവൃദ്ധിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഉത്സവം. ക്ഷേത്രാഭിവൃദ്ധിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് ഉത്സവം. അടുത്ത ചോദ്യം, ഏത് കാവ്യത്തിന്റെ നൃത്തകലാരൂപ അവതരണമാണ് കൃഷ്ണനാട്ടം?
ഓപ്ഷൻ സി ആണ് ഉത്തരം. കൃഷ്ണഗീതി. ഏത് കാവ്യത്തിന്റെ നൃത്തകലാരൂപാവതരണമാണ് കൃഷ്ണനാട്ടം? കൃഷ്ണഗീതി. അടുത്ത ചോദ്യം. ഉച്ചപൂജാ സമയത്ത് ഇടയ്ക്കവാദ്യം ഏത് രാഗത്തിലാണ് വായിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ത്രിപുട. ഉച്ചപൂജാ സമയത്ത് ഇടയ്ക്കവാദ്യം ത്രിപുട രാഗത്തിലാണ് വായിക്കുന്നത്. അടുത്ത ചോദ്യം. ജ്ഞാനകാന്ഡം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഉപനിഷത്തുകൾ. ജ്ഞാനകാന്ഡം എന്ന് പറയുന്നത് ഉപനിഷത്തുക്കളാണ്. മഹാഭാരതത്തിന്റെ മറ്റൊരു പേര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജയകാവ്യം. മഹാഭാരതത്തിന്റെ മറ്റൊരു പേരാണ് ജയകാവ്യം. അടുത്ത ചോദ്യം. കേരളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രയോക്താവ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. എഴുത്തച്ഛൻ. കേരളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രയോക്താവ് എഴുത്തച്ഛൻ. ഭാരതകേസരി എന്നറിയപ്പെടുന്ന ആത്മീയ ആചാര്യൻ? ഓപ്ഷൻ എ ആണ് ഉത്തരം. മന്നത്ത് പത്മനാഭൻ. ഭാരതകേസരി എന്നറിയപ്പെടുന്ന ആത്മീയ ആചാര്യൻ? ഓപ്ഷൻ എ ആണ് ഉത്തരം. മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ മഹാരാജാവ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. സ്വാതി തിരുനാൾ. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാൾ. അടുത്ത ചോദ്യം. ഉത്സവം എന്ന വാക്കിന്റെ അർത്ഥം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നിറഞ്ഞൊഴുകൽ. ഉത്സവം എന്ന വാക്കിന്റെ അർത്ഥം നിറഞ്ഞൊഴുകൽ. വാദ്യവിശേഷങ്ങൾക്ക് പ്രാധാന്യം നൽകി ആരംഭിക്കുന്ന ഉത്സവം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. പടഹാദി. വാദ്യവിശേഷങ്ങൾക്ക് പ്രാധാന്യം നൽകി ആരംഭിക്കുന്ന ഉത്സവമാണ് പടഹാദി. അടുത്ത ചോദ്യം. പ്രസിദ്ധമായ തൃപ്പൂത്താറാട്ട് ഉള്ള ഏക ക്ഷേത്രം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. പ്രസിദ്ധമായ തൃപ്പൂത്താറാട്ട് ഉള്ള ഏക ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. അടുത്ത ചോദ്യം. പുരാണ കഥാപ്രസംഗം? ഓപ്ഷൻ സി ആണ് കൂത്ത്. പുരാണ കഥാപ്രസംഗം എന്ന് പറയുന്നത് കൂത്ത്. ആംഗികം, ആഹാര്യം, സാത്വികം എന്നീ 3 തരം അഭിനയങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ഷേത്രകല ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കഥകളി. ആംഗികം, ആഹാര്യം, സാത്വികം എന്നീ 3 തരം അഭിനയം ഉൾക്കൊള്ളുന്ന ക്ഷേത്രകലയാണ് കഥകളി. ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത ഇവയ്ക്ക് 3നും ചേർന്നുള്ള പൊതുവായ നാമധേയം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രസ്ഥാനത്രയം. ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത ഇവയ്ക്ക് 3നും ചേർന്നുള്ള പൊതുവായ നാമധേയം പ്രസ്ഥാനത്രയം. അടുത്ത ചോദ്യം. മരപ്പാണിയുടെ മറ്റൊരു നാമധേയം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വലിയ പാണി. മരപ്പാണിയുടെ മറ്റൊരു നാമധേയം വലിയ പാണി. അടുത്ത ചോദ്യം. ശ്രീബുദ്ധന്റെ പൂർവനാമധേയം എന്തായിരുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം. സിദ്ധാർത്ഥൻ. ശ്രീബുദ്ധന്റെ പൂർവനാമധേയം സിദ്ധാർത്ഥൻ. നാരായണീയം എന്ന കൃതിയുടെ കർത്താവ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മേൽപ്പത്തൂർ. നാരായണീയം എന്ന കൃതിയുടെ കർത്താവ് മേൽപ്പത്തൂർ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ ആത്മീയാചാര്യൻ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം. കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം? ഓപ്ഷൻ എ ആണ് ഉത്തരം. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. വൈക്കത്തപ്പന്റെ പുത്രനാണെന്ന സങ്കല്പമുള്ള ദേവത? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഉദയനാപുരം സുബ്രഹ്മണ്യൻ. വൈക്കത്തപ്പന്റെ പുത്രനാണെന്ന സങ്കല്പമുള്ള ദേവത ഉദയനാപുരം സുബ്രഹ്മണ്യൻ. ഈ പാർവതി നട കൊല്ലത്തിൽ ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസമേ തുറക്കൂ. എവിടെയാണത്?
ഓപ്ഷൻ എ ആണ് ഉത്തരം. തിരുവൈരാണിക്കുളം ക്ഷേത്രം. അടുത്ത ചോദ്യം, രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ടുണ്ടായ കലാരൂപം. ഓപ്ഷൻ ഡി ആണ് കഥകളി. രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ടുണ്ടായ കലാരൂപമാണ് കഥകളി. കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രമേത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രമാണ് തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. സന്താന ഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പൂർണ്ണത്രയീശ ക്ഷേത്രം. സന്താന ഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രമാണ് പൂർണ്ണത്രയീശ ക്ഷേത്രം. അടുത്ത ചോദ്യം, ഇലഞ്ഞിത്തറ മേളം ഏത് ക്ഷേത്രത്തിന്റെ വകയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. പാറമേക്കാവ്. ഇലഞ്ഞിത്തറ മേളം ഏത് ക്ഷേത്രത്തിന്റെ വകയാണ്? പാറമേക്കാവ്. ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 18. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളുണ്ട്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചന്ദനക്കാവ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം അർപ്പിക്കുന്ന ക്ഷേത്രമാണ് ചന്ദനക്കാവ്. ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ആലത്തിയൂർ പെരും തൃക്കോവിൽ. ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആലത്തിയൂർ പെരും തൃക്കോവിൽ. രാമമന്ത്രം ജപിച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഭരതൻ സങ്കല്പമായ ക്ഷേത്രം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കൂടൽ മാണിക്യം. രാമമന്ത്രം ജപിച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഭരതൻ സങ്കല്പമായ ക്ഷേത്രമാണ് കൂടൽ മാണിക്യം. മുപ്പെട്ട് ചൊവ്വാഴ്ച ചന്താട്ടം നടക്കുന്ന ക്ഷേത്രം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. മുപ്പെട്ട് ചൊവ്വാഴ്ച ചന്താട്ടം നടക്കുന്ന ക്ഷേത്രമാണ് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. കുമാരനെല്ലൂർ ദേവീക്ഷേത്രം. 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രമാണ് കുമാരനെല്ലൂർ ദേവീക്ഷേത്രം. തിരുവഞ്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. കൊട്ടിയൂർ ക്ഷേത്രം. തിരുവഞ്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. ധരൻ ചിദംബരത്തിൽ നിന്ന് കൊണ്ടുവന്ന 3 ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. കൃഷ്ണഗീതി. കൃഷ്ണഗീതിയെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത്. അമ്പലങ്ങളിൽ നടക്കിൽ നിന്ന് ദേവനെ സ്തുതിച്ച് പാടുന്ന പാട്ട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സോപാന സംഗീതം. അമ്പലങ്ങളിൽ നടക്കിൽ നിന്ന് ദേവനെ സ്തുതിച്ച് പാടുന്ന പാട്ട് സോപാന സംഗീതം. 5ാമത്തെ വേദമായി അറിയപ്പെടുന്ന ഗ്രന്ഥമേത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മഹാഭാരതം. 5ാമത്തെ വേദമായി അറിയപ്പെടുന്ന ഗ്രന്ഥമാണ് മഹാഭാരതം. മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ക്ഷേത്രം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. നാവമുകുന്ദ ക്ഷേത്രം. മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ക്ഷേത്രമാണ് നാവമുകുന്ദ ക്ഷേത്രം. നാടകശാല സദ്യ എന്ന ചടങ്ങ് നടക്കുന്ന ക്ഷേത്രം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നാടകശാല സദ്യ എന്ന ചടങ്ങ് നടക്കുന്ന ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കുബേരന്റെ ഉദ്യാനത്തിന്റെ പേര്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചൈത്രരഥം. കുബേരന്റെ ഉദ്യാനത്തിന്റെ പേര് ചൈത്രരഥം. കഥകളിയുടെ പൂർവ്വരൂപം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. രാമനാട്ടം. കഥകളിയുടെ പൂർവ്വരൂപം രാമനാട്ടം. പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്തത് ഏത്?
ഓപ്ഷൻ എ ആണ് ചെണ്ട. പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്തത് ചെണ്ട. പടയണി എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കടമനിട്ട വാസുദേവൻ പിള്ള. പടയണി എന്ന ഗ്രന്ഥം രചിച്ചത് കടമനിട്ട വാസുദേവൻ പിള്ള. അടുത്ത ചോദ്യം, ബ്രഹ്മാവിന്റെ വാഹനം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അരയന്നം. ബ്രഹ്മാവിന്റെ വാഹനം അരയന്നം. തൃശൂർ പൂരം ആരംഭിച്ചതാര്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ശക്തൻ തമ്പുരാൻ. തൃശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാൻ. ഭാഷാ ഭഗവത്ഗീത രചിച്ചതാര്? ഓപ്ഷൻ എ ആണ് ഉത്തരം, മാധവ പണിക്കർ. ഭാഷാ ഭഗവത്ഗീത രചിച്ചത് മാധവ പണിക്കർ. മീനമാസത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് ഉത്തരകേരളത്തിൽ നടക്കുന്ന സംവാദ മത്സരക്കളി? ഓപ്ഷൻ സി ആണ് ഉത്തരം, മറുത്തുകളി. മീനമാസത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് ഉത്തരകേരളത്തിൽ നടക്കുന്ന സംവാദ മത്സരക്കളി മറുത്തുകളി. അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ബൃഹദാരണ്യകം. ഹോത്രവേദം എന്നറിയപ്പെടുന്ന വേദം? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഋഗ്വേദം. ഹോത്രവേദം എന്നറിയപ്പെടുന്ന വേദം ഋഗ്വേദം. ഭഗവത്ഗീതയുടെ ഏത് അധ്യായമാണ് വിശ്വരൂപ ദർശന യോഗം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 11 അധ്യായം. ഭഗവത്ഗീതയുടെ ഏത് അധ്യായമാണ് വിശ്വരൂപ ദർശന യോഗം എന്നറിയപ്പെടുന്നത്? 11 അധ്യായം. പാണ്ഡവരുടെ മാതുലനായ ശല്യർ ആരുടെ സാരഥിയായാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, കർണന്റെ. പാണ്ഡവരുടെ മാതുലനായ ശല്യർ ആരുടെ സാരഥിയായാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത്? കർണന്റെ. ആദി ശങ്കരാചാര്യരുടെ ശിഷ്യനായി തീർന്ന പൂർവമീമാംസകൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, മണ്ഡന മിശ്രൻ. തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ആൾവാർമാർ. തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാർ ആൾവാർമാർ. രാമചരിതമാനസം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, തുളസീദാസ്. രാമചരിതമാനസം തുളസീദാസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഏത് ദേവസ്വത്തിന്റെ കീഴിലാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മലബാർ ദേവസ്വത്തിന്റെ കീഴിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ മലബാർ ദേവസ്വത്തിന്റെ കീഴിലാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം? ഓപ്ഷൻ സി ആണ് ഉത്തരം, 1956. ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് 1956. ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ സി ആണ് ഉത്തരം, പത്തനംതിട്ട. ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം പത്തനംതിട്ട. ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവത പ്രതിഷ്ഠകളില്ലാത്ത തൃശൂർ ജില്ലയിലെ പ്രസിദ്ധമായ മഹാക്ഷേത്രം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കൂടൽമാണിക്യം സംഗമേശ ക്ഷേത്രം. ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ലാത്ത തൃശൂർ ജില്ലയിലെ പ്രസിദ്ധമായ മഹാക്ഷേത്രം കൂടൽമാണിക്യം സംഗമേശ ക്ഷേത്രം. എട്ടര യോഗം ഏത് പ്രധാന ക്ഷേത്രത്തിന്റെ ഭരണ ചുമതലയാണ് വഹിച്ചിരുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, പത്മനാഭസ്വാമി ക്ഷേത്രം. എട്ടര യോഗം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണ ചുമതലയാണ് വഹിച്ചിരുന്നത്. ഗണപതിയുടെ വാഹനം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, എലി. അടുത്ത ചോദ്യം, ഏതു വിരൽ കൊണ്ടാണ് പൂജയ്ക്ക് ചന്ദനം കുറി തൊടേണ്ടത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, മോതിരവിരൽ. സുബ്രഹ്മണ്യന്റെ ഉപചാര മന്ത്രം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഓം നമ ഷൺമുഖായ. സുബ്രഹ്മണ്യന്റെ ഉപചാര മന്ത്രം ഓം നമ ഷൺമുഖായ. ക്ഷേത്രത്തിന്റെ ഏതു ഭാഗത്താണ് മാതൃബലിക്കല്ല് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, തെക്ക്. ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് മാതൃബലിക്കല്ല്. ഇതം ശരീരം ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഏത്? ഓപ്ഷൻ ഡി ആണ്, ഭഗവത്ഗീത.
ശനിയുടെ വാഹനം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം കാക്ക. ശനിയുടെ വാഹനം കാക്ക. അടുത്ത ചോദ്യം, തന്ത്രസമുച്ചയത്തിന്റെ രചയിതാവ് ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. തന്ത്രസമുച്ചയത്തിന്റെ രചയിതാവ് ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം, സുപ്രസിദ്ധ ക്ഷേത്രശില്പ ഗ്രന്ഥം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വിശ്വകർമ്മ്യം. സുപ്രസിദ്ധ ക്ഷേത്രശില്പ ഗ്രന്ഥം വിശ്വകർമ്മ്യം. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ച ദേവപ്രതിഷ്ഠ ആരുടേതാണ്? ഓപ്ഷൻ എ ആണ് ശിവൻ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ച ദേവപ്രതിഷ്ഠ ശിവന്റെയാണ്. ഏതു ദേവനാണ് ഗോപിയായി ചന്ദനക്കുറി തൊടുവാൻ പറയുന്നത്? ഓപ്ഷൻ എ ആണ് വിഷ്ണു. സന്താന ലബ്ധിക്കായി ഉരുളികമിഴ്ത്തൽ വഴിപാട് നടത്തുന്ന കേരളത്തിലെ ക്ഷേത്രം? ഓപ്ഷൻ ബി ആണ് ഉത്തരം മണ്ണാറശാല. സന്താന ലബ്ധിക്കായി ഉരുളികമിഴ്ത്തൽ വഴിപാട് നടത്തുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് മണ്ണാറശാല. കേരളത്തിലെ ഏക തടാക ക്ഷേത്രം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം അനന്തപുരം ക്ഷേത്രം. കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ് അനന്തപുരം ക്ഷേത്രം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ മൂർത്തി സ്വരൂപം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം കിരാതമൂർത്തി. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ മൂർത്തി സ്വരൂപം ഏതാണ്? കിരാതമൂർത്തി. ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം? ഓപ്ഷൻ സി ആണ് ഉത്തരം പന്തളം കൊട്ടാരം. ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം പന്തളം കൊട്ടാരം. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അടുത്ത ചോദ്യം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വിളക്ക് തെളിയിക്കൽ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് വിളക്ക് തെളിയിക്കൽ. കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം മലനട. കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലനടയിലാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം പാൽപായസം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് പാൽപായസം. വള്ളംകളി ഉത്സവമായിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം? ഓപ്ഷൻ സി ആണ് ഉത്തരം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. വള്ളംകളി ഉത്സവമായിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ആറ്റുകാൽ പൊങ്കാല ഏതു മാസത്തിലാണ് നടത്തുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം കുംഭമാസത്തിൽ. ആറ്റുകാൽ പൊങ്കാല നടത്തുന്നത് കുംഭമാസത്തിലാണ്. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നത് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. വിഷ്ണു ക്ഷേത്രത്തിൽ എത്ര പ്രദക്ഷിണമാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം 4. വിഷ്ണു ക്ഷേത്രത്തിൽ 4 പ്രദക്ഷിണമാണ് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം പൂന്താനം. ജ്ഞാനപ്പാനയുടെ രചയിതാവ് പൂന്താനം. ഉത്സവകാലത്ത് കോഴിക്കല്ല് മൂടുന്ന സമ്പ്രദായം ഏതു ക്ഷേത്രത്തിലാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം കൊടുങ്ങല്ലൂർ ദേവീ ക്ഷേത്രത്തിലാണ്. ഉത്സവകാലത്ത് കോഴിക്കല്ല് മൂടുന്ന സമ്പ്രദായം കൊടുങ്ങല്ലൂർ ദേവീ ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിലെ ഏതു സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ശിരസ്. ക്ഷേത്രത്തിലെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിലെ ഏതു സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്? ശിരസിനെയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എത്ര തരം ഉത്സവങ്ങളെ പറയപ്പെടുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം 3.
കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എത്ര തരം ഉത്സവങ്ങളെ പറയപ്പെടുന്നു? 3. വിഷ്ണുവിന് പ്രാധാന്യമുള്ള നക്ഷത്രം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തിരുവോണം. വിഷ്ണുവിന് പ്രാധാന്യമുള്ള നക്ഷത്രം തിരുവോണം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. കേരളത്തിൽ കഥകളി വഴിപാടായി നടത്തുന്ന ക്ഷേത്രം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തിരുവല്ലഭ ക്ഷേത്രം. കേരളത്തിൽ കഥകളി വഴിപാടായി നടത്തുന്ന ക്ഷേത്രം തിരുവല്ലഭ ക്ഷേത്രം. ശംഖനാദം മുഴക്കാത്ത ക്ഷേത്രം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇക്കരെ കൊട്ടിയൂർ. രാവിലെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. രാവിലെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. രാമായണ മാസം എന്നറിയപ്പെടുന്ന മലയാള മാസം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, കർക്കിടകം. രാമായണ മാസം എന്നറിയപ്പെടുന്ന മലയാള മാസം കർക്കിടകം. കഴകക്കാർ ഇല്ലാത്ത ക്ഷേത്രം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, രായിര നെല്ലൂർ ഭഗവതി ക്ഷേത്രം. കഴകക്കാർ ഇല്ലാത്ത ക്ഷേത്രം രായിര നെല്ലൂർ ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം ഏത് ക്ഷേത്രത്തിലാണുള്ളത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, വടക്കുംനാഥൻ. നിത്യേന ബ്രാഹ്മണി പാട്ട് നടത്തി വരുന്ന കേരളത്തിലെ ക്ഷേത്രം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, തിരു ഐരാണിക്കുളം ക്ഷേത്രം. നിത്യേന ബ്രാഹ്മണി പാട്ട് നടത്തി വരുന്ന കേരളത്തിലെ ക്ഷേത്രം തിരു ഐരാണിക്കുളം ക്ഷേത്രം. കേരളത്തിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കോട്ടയം. കേരളത്തിൽ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം. ഗ്രഹണം ബാധിക്കാത്ത ക്ഷേത്രം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തിരുവാർപ്പ്. ഗ്രഹണം ബാധിക്കാത്ത ക്ഷേത്രം തിരുവാർപ്പ്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വൈക്കം മഹാദേവ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. അടുത്ത ചോദ്യം, സൂര്യഗായത്രിയുടെ ദേവത ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സവിതാവ്. സൂര്യഗായത്രിയുടെ ദേവത സവിതാവ്. വൈശാഖ മാസത്തിൽ നട തുറന്ന് ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ള ക്ഷേത്രം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കൊട്ടിയൂർ. വൈശാഖ മാസത്തിൽ നട തുറന്ന് ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ള ക്ഷേത്രമാണ് കൊട്ടിയൂർ. മത്തവിലാസം കൂത്ത് ഏത് ദേവന്റെ ക്ഷേത്രങ്ങളിലാണ് നടത്തപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ശിവൻ. തോൽപ്പാവക്കൂത്ത് ഏത് പുരാണത്തിന്റെ ഭാഗമായാണ് പ്രദർശിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, കമ്പരാമായണം. തോൽപ്പാവക്കൂത്ത് ഏത് പുരാണത്തിന്റെ ഭാഗമായാണ് പ്രദർശിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, കമ്പരാമായണം. വലിയ പാണിക്ക് പ്രത്യേകമായി ഉപയോഗിക്കുന്ന വാദ്യോപകരണത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, മരം. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം, വള്ളത്തോൾ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ വള്ളത്തോൾ. പന്നിയൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏതു സങ്കല്പത്തിലാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, വരാഹമൂർത്തി. പന്നിയൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏതു സങ്കല്പത്തിലാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, വരാഹമൂർത്തി. ഒരു നാലമ്പലത്തിൽ ശിവൻ, ശങ്കരനാരായണൻ, വിഷ്ണു എന്നീ ദേവന്മാരെ പ്രധാനമായി പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, തിരുവേഗപ്പുറ മഹാദേവ ക്ഷേത്രം. ഒരു നാലമ്പലത്തിൽ ശിവൻ, ശങ്കരനാരായണൻ, വിഷ്ണു എന്നീ ദേവന്മാരെ പ്രധാനമായി പ്രതിഷ്ഠിച്ച ക്ഷേത്രം തിരുവേഗപ്പുറ മഹാദേവ ക്ഷേത്രം. ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. പ്രസിദ്ധമായ നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തൃശൂർ ജില്ലയിൽ. നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രം തൃശൂർ ജില്ലയിൽ. കേരളത്തിൽ 4 തന്ത്രിമാർ ഉള്ള ക്ഷേത്രം ഏത്?
ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. കേരളത്തിൽ 4 തന്ത്രിമാരുള്ള ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജയ്ക്ക് മണിയടിക്കാത്ത ക്ഷേത്രം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ചമ്രവട്ടത്ത് അയ്യപ്പ ക്ഷേത്രം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജയ്ക്ക് മണിയടിക്കാത്ത ക്ഷേത്രം ചമ്രവട്ടത്ത് അയ്യപ്പ ക്ഷേത്രം. അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് അകത്തു പ്രവേശിക്കുവാൻ അനുവാദമുള്ള ക്ഷേത്രം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. തളിപ്പറമ്പ് ക്ഷേത്രം. അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് അകത്തു പ്രവേശിക്കാൻ അനുവാദമുള്ള ക്ഷേത്രം തളിപ്പറമ്പ് ക്ഷേത്രം. ചിലന്തി അമ്പലം എന്ന പേരിൽ പ്രസിദ്ധി നേടിയ ക്ഷേത്രം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. പള്ളിയറ ക്ഷേത്രം. ചിലന്തി അമ്പലം എന്ന പേരിൽ പ്രസിദ്ധി നേടിയ ക്ഷേത്രം പള്ളിയറ ക്ഷേത്രം. ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. അടുത്ത ചോദ്യം. ചാക്യാർകൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മിഴാവ്. ചാക്യാർകൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണത്തിന്റെ പേര് മിഴാവ്. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ വിവാഹ തടസ്സം നീങ്ങുന്നതിനുള്ള മാംഗല്യ പൂജ നടത്തുന്നത് ഏതു ദേവീ ദേവന്മാർക്കാണ്? ഓപ്ഷൻ സി ഗണപതി. പുരാണങ്ങൾ എത്ര? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 18. ഏത് മഹാരാജാവിന്റെ കാലത്താണ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ട്രസ്റ്റ് തുടങ്ങിയത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ചിത്രതിരുനാൾ ബാലരാമവർമ്മ. ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ട്രസ്റ്റ് തുടങ്ങിയത്. ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് ആരെന്നാണ് വിശ്വാസം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഗുരുവും വായുവും. ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് ഗുരുവും വായുവും. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം. മാനവേദൻ. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് മാനവേദൻ. തിരുവഞ്ചിറ എന്ന ജലാശയത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം? ഓപ്ഷൻ എ ആണ് കൊട്ടിയൂർ. തിരുവഞ്ചിറ എന്ന ജലാശയത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ. ഏഴരപ്പൊന്നാന എഴുന്നള്ളിപ്പ് നടത്താറുള്ള കേരളത്തിലെ ക്ഷേത്രം? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഏഴരപ്പൊന്നാന എഴുന്നള്ളിപ്പ് നടത്താറുള്ള കേരളത്തിലെ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. പറയിപെറ്റ് പന്തിരകുലത്തിലെ അവസാനത്തെ അംഗം ദൈവമായി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം? ഓപ്ഷൻ എ ആണ് ഉത്തരം. വായില്ല കുന്നിലപ്പൻ ക്ഷേത്രം. പറയിപെറ്റ് പന്തിരകുലത്തിലെ അവസാനത്തെ അംഗം ദൈവമായി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം വായില്ല കുന്നിലപ്പൻ ക്ഷേത്രം. പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്ന വാദ്യം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. കൊമ്പ്. പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്ന വാദ്യം കൊമ്പ്. മഹാഭാരതത്തിൽ എത്ര പർവ്വങ്ങളുണ്ട്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 18. മഹാഭാരതത്തിൽ 18 പർവ്വങ്ങളുണ്ട്. ആദി ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠം എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ദ്വാരക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രം തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം. കേരളത്തിൽ തെറിപ്പാട്ട് ആചാരമായ ക്ഷേത്രം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. കേരളത്തിൽ തെറിപ്പാട്ട് ആചാരമായ ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആദിത്യപുരം ക്ഷേത്രം. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം ആദിത്യപുരം ക്ഷേത്രം. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യ ക്ഷേത്രം? ഓപ്ഷൻ സി ആണ് ഉത്തരം. അരുവിപ്പുറം ശിവക്ഷേത്രം. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യത്തെ ക്ഷേത്രം അരുവിപ്പുറം ശിവക്ഷേത്രം. ശിവന്റെ വാദ്യമായി കണക്കാക്കുന്നത് ഏത്? ഓപ്ഷൻ എ ആണ് ഠമരു. വിഷ്ണുവിന്റെ ഗദയുടെ പേരെന്ത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. കൗമോദകി. വിഷ്ണുവിന്റെ ഗദയുടെ പേര് കൗമോദകി. അദ്വൈതം എന്ന സിദ്ധാന്തത്തെ വ്യാഖ്യാനിച്ച് സ്ഥാപിച്ച ആചാര്യൻ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ശങ്കരാചാര്യർ.